പലതരത്തിൽ കനകോലൂടെ ഉണ്ടാക്കിയ വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളിൽ കാണുന്നത്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് കനകോലു സിദ്ധാന്തപ്രകാരമല്ല പ്രവർത്തിക്കുന്നു എന്നുള്ളത് പിന്നീട് നമുക്ക് മനസ്സിലായി. കേരളത്തിൽ ഇദ്ദേഹം ആരൊക്കെ മത്സരിക്കരുത് എന്ന് പ്രഖ്യാപിച്ചോ അവരെല്ലാം പിന്നീട് മത്സരിക്കുന്ന ഒരവസ്ഥയുണ്ടായി. ഈ റിപ്പോർട്ട് പ്രകാരമാണ് കേരളത്തിലെ ഒരു MP-മാരും മത്സരിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തുന്നതും പ്രഖ്യാപനം ഉണ്ടാകുന്നതും. AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിന്റെ ഏറ്റവും വിശ്വസ്തനായി മാറിയ കാഴ്ചയാണ് പിന്നെ നമ്മുടെ സുനിൽ കനകോലിനെ കാണുന്നത്. നമസ്കാരം. രാഷ്ട്രീയ ഈ മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞതിന് തുല്യമാണ് സുനിൽ കനകലു. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിരുന്നു. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ സുനിൽ കനകലുവിനെ കുറിച്ച് കേൾക്കാനുമില്ല. ഈ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരും കൂടെ എടുത്ത് ഈ സുനിൽ കനകലുവിനെ പഞ്ഞിക്കിട്ടോ അതോ ഏതെങ്കിലും ഒരു മുറിക്കകത്ത് പൂട്ടിയിട്ടിട്ട് ഇനി ഇലക്ഷൻ കഴിയുന്നിടം വരെ ഒരക്ഷരം നീ ഉപദേശിക്കരുത് എന്ന് നിർദ്ദേശിച്ച് മാറ്റി നിർത്തിയിരിക്കുന്നതാണ്. എന്താണ് സുനിൽ കനകലുവിൻ്റെ അവസ്ഥ എന്താണ്? നമ്മൾ പല ആളുകൾ വഴിയായിട്ട് ഈ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് അറിയാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ആർക്കും ഒരു വിവരമില്ല സുനിൽ കനകലുവിനെ കുറിച്ച്. അദ്ദേഹം ഇന്ത്യ വിട്ടുപോയോ എന്ന് പോലും സംശയിക്കുന്ന ആളുകളുണ്ട്. ഈ സുനിൽ കനകോലി നമുക്കറിയാമല്ലോ, അദ്ദേഹം മെക്കൻസി എന്ന് പറഞ്ഞ ഒരു അന്താരാഷ്ട്ര കൺസൾട്ടൻസി സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് രാഷ്ട്രീയ തന്ത്രജ്ഞനാവണം, തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാവണം എന്ന ആഗ്രഹം ഉണ്ടാക്കുകയും അദ്ദേഹം നേരെ വന്ന് പ്രശാന്ത് കിഷോറിൻ്റെ ഗ്രൂപ്പിലേക്ക് വന്നു ചേരുകയും അങ്ങനെ പ്രശാന്ത് കിഷോർ അന്ന് രാജ്യത്ത് നമുക്കറിയാം വളരെ പ്രശസ്തനായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു. മോദി പോലും അദ്ദേഹത്തിൻ്റെ സഹായം തേടിയിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ അതുപോലെ തന്നെ ഗുജറാത്തിൽ തുടങ്ങി പല സ്റ്റേറ്റുകളിലും അദ്ദേഹത്തിൻ്റെ സഹായം തേടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും വളരെ സ്വീകാര്യനായ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിരുന്നു പ്രശാന്ത് കിഷോർ. ഈ പ്രശാന്ത് കിഷോറിൻ്റെ അടുത്ത് നിന്നും കുറേ തന്ത്രങ്ങളൊക്കെ പറ്റി പഠിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇൻഡിപെൻഡൻ്റ് ആവുകയും അദ്ദേഹം തമിഴ്നാട്ടിലും പിന്നീട് കർണാടകയിലും തെലങ്കാനയിലും ഒക്കെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്നതിന് കൂടി. ഇദ്ദേഹം കോൺഗ്രസിൻ്റെ കൂടെ കൂടുന്നത് 2022 ഈ ഭാരത് ജോഡോ യാത്ര ഒക്കെ പ്ലാൻ ചെയ്തത് അതിന് ശേഷമാണല്ലോ. അപ്പം AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിന്റെ ഏറ്റവും വിശ്വസ്തനായി മാറിയ കാഴ്ചയാണ് പിന്നെ നമ്മുടെ സുനിൽ കനകോലിനെ കാണുന്നത്. ഇതേസമയം തന്നെയാണ് അദ്ദേഹം തെലങ്കാനയിലെ തെരഞ്ഞെടുപ്പ്. കാരണം BRS വലിയ ശക്തിയായി നിന്നിരുന്ന തെലങ്കാനയിൽ ഭരണം തിരിച്ചുപിടിക്കാൻ ഒരു സാധ്യതയും കോൺഗ്രസിന് ഇല്ലാതിരുന്നൊരു സാഹചര്യത്തിൽ പോലും ഇദ്ദേഹം വളരെ തന്ത്രപൂർവ്വം ചില കാര്യങ്ങൾ നിർദ്ദേശിക്കുകയും അതിനനുസരിച്ച് കോൺഗ്രസ് അവിടെ കൃത്യമായ കളമൊരുക്കുകയൊക്കെ ചെയ്താണ് ഈ തെലങ്കാനയിലും ഭരണത്തിലേക്ക് കോൺഗ്രസ് വരുന്നത്. ഇതോടുകൂടി ഈ കനകോലുവിൻ്റെ വിശ്വാസ്യത വർദ്ധിക്കുകയും അടുത്ത ദൗത്യം കേരളമാണ് എന്ന് അദ്ദേഹത്തോട് പറയും. ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം അദ്ദേഹം കേരളത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടത്. ഇപ്പോൾ ഈ 2 വർഷം മുന്നേ നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിൻ്റെ ചില നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. ആ നിർദ്ദേശപ്രകാരമാണ് പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ ഇറങ്ങിയത്. നമുക്കറിയാം, കണ്ണൂരിൽ K സുധാകരൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞാണ്. അതുപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കാനില്ല എന്ന് പറഞ്ഞാണ്. ആന്റണിക്ക് പത്തനംതിട്ടയിൽ സീറ്റ് കൊടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും അദ്ദേഹത്തെ അവിടെ മത്സരിപ്പിക്കണം എന്ന് നിർദ്ദേശിച്ചത് കനകോലുവാണ്. അങ്ങനെ കനകോലു സിദ്ധാന്തത്തിലാണ് വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കുന്നത്. ഇതോടുകൂടി കനകോലു കേരളത്തിൽ വലിയൊരു സ്ട്രാറ്റജിസ്റ്റായി മാറുകയും കേരളത്തിൻ്റെ ഭരണം തിരിച്ചുപിടിക്കാൻ കനകോലു അല്ലാതെ മറ്റാരും രക്ഷയില്ല എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ വരികയൊക്കെ ചെയ്തു. അങ്ങനെ കനകോലു ഒരു വലിയ റിപ്പോർട്ട് 6 മാസം മുന്നേ തന്നെ കനകോലു വളരെ നിശബ്ദനായി. ഇപ്പം നേരത്തെ പറഞ്ഞു കനകോലു കാണില്ല എന്ന് പറഞ്ഞാൽ കനകോലു എപ്പോഴും അങ്ങനെയാണ്. കനകോലു ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ പോലും വരികയോ അദ്ദേഹത്തെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും വിവരം കൊടുക്കുകയോ ഒന്നും ചെയ്യുന്ന ആളല്ല. ആളെ നിശബ്ദനായ ഒരു ടീമുമായി വന്ന് കേരളത്തിൽ പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങൾ വലിയ രീതിയിൽ ആർക്കൊക്കെ വിജയസാധ്യതയുണ്ട്, ഏതൊക്കെ സ്ഥാനാർത്ഥികൾക്ക് വിജയസാധ്യതയുണ്ട്, ഏതൊക്കെ മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കാൻ പറ്റുന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അത് AICC നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. നമുക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, വയനാട്ടിൽ നടന്ന ഈ ലക്ഷ്യ ക്യാമ്പിൽ വെച്ചിട്ട് 2 ദിവസം നടന്ന ലക്ഷ്യ ക്യാമ്പിൽ വെച്ചിട്ട് ഈ കനകോലുവിൻ്റെ റിപ്പോർട്ട് VD സതീശനാണ് ഇതിൽ അവതരിപ്പിക്കുകയും അതിൽ വലിയ ചർച്ചകളൊക്കെ ഉണ്ടായി. ഈ റിപ്പോർട്ട് പ്രകാരമാണ് കേരളത്തിലെ ഒരു MP-മാരും മത്സരിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തുന്നതും പ്രഖ്യാപനം ഉണ്ടാകുന്നതും. 100 സീറ്റായിരുന്നു കനകോലു പ്രഖ്യാപിച്ചിരുന്നത്. 100 സീറ്റ് ഇത്തവണ ലഭിക്കുമെന്നും 100-ൽ കൂടുതലധികം സീറ്റ് ലഭിക്കുമെന്നും പിന്നീട് VD സതീശൻ കൂട്ടിച്ചേർക്കുകയും ചെയ്തത് കനകോലു കൊടുത്ത ഒരു വലിയ ഫീഡ്ബാക്കിന്റെ പുറകിലാണ്. പക്ഷേ കനകോലു ഡാറ്റാബേസ് എടുത്താണല്ലോ ഇത് അനലൈസ് ചെയ്യുന്നതൊക്കെ. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് കനകോലു സിദ്ധാന്തപ്രകാരമല്ല പ്രവർത്തിക്കുന്നു എന്നുള്ളത് പിന്നീട് നമുക്ക് മനസ്സിലായി. കാരണം ഫെബ്രുവരി അവസാനത്തോടുകൂടി കേരളത്തിലുള്ള 70 സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നായിരുന്നു കനകോലുവിന്റെ നിർദ്ദേശം. അതുപ്രകാരമാണ് സതീശന്റെ യാത്ര തീരുമ്പോൾ പ്രഖ്യാപിക്കും എന്നുള്ള നിലയിലേക്ക് തീരുമാനം മാറുന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? കേരളത്തിൽ ഇദ്ദേഹം ആരൊക്കെ മത്സരിക്കരുത് എന്ന് പ്രഖ്യാപിച്ചോ
അവരെല്ലാം പിന്നീട് മത്സരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. പിന്നെ പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികൾ ആരൊക്കെ ആവണം എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു നിർദ്ദേശം കനകോലു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും കോൺഗ്രസ് പല സ്ഥലങ്ങളിലും പാലിച്ചിട്ടില്ല എന്നുള്ളതും. കനകോലുവിന്റെ നിർദ്ദേശപ്രകാരമാണ് AICC കേരളത്തിൽ സുധാകരനെ വളരെ പെട്ടെന്ന് മാറ്റിയെന്നും കൂടി ഓർക്കണം. തെരഞ്ഞെടുപ്പിന് സജ്ജതമാക്കുന്നതിന് വേണ്ടിയിട്ട് മധ്യ കേരളത്തിൽ ക്രൈസ്തവരെ കൂടെ നിർത്തണമെങ്കിൽ കനകോലുവിന്റെ നിർദ്ദേശപ്രകാരം KPCC അധ്യക്ഷനായിട്ട് ഒരു ക്രൈസ്തവൻ തന്നെ വരണം എന്നുള്ള നിർദ്ദേശപ്രകാരമാണ് സണ്ണി ജോസഫിലേക്ക് ഇത് പോകുന്നത്. പക്ഷേ സണ്ണി ജോസഫിലേക്ക് ഇത് പോയതോടുകൂടിയാണ് KPCC നേതൃത്വം തന്നെ വളരെ ശുഷ്കമായതെന്നും കൂടി നമ്മൾ ഇതിൽ കാണേണ്ടതുണ്ട്. സുധാകരൻ വലിയ കലാപമായിട്ട് ഈ ഇറങ്ങാനൊക്കെയുള്ള കാരണം അവിടെ നിന്ന് തുടങ്ങുന്നതാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം ചോദിക്കാതെ സണ്ണി ജോസഫിലേക്ക് ഈ KPCC അധ്യക്ഷ സ്ഥാനം മാറ്റിയതും ഒക്കെ അങ്ങനെ പലതരത്തിൽ കനകോലുകൂടി ഉണ്ടാക്കിയ വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളിൽ കാണേണ്ടത്. അല്ല രാജേശ്വരനത് എനിക്കൊരു വ്യത്യസ്ത അഭിപ്രായമുള്ളത് എന്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കനകുലു കേരളത്തിൽ വന്നിട്ട് കനകുലുവിൻ്റെ ടീം എന്ന് പറയുന്നുണ്ട്. കനകുലിൻ്റെ ടീം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ, അത് കൈവിരലിൽ എണ്ണാവുന്ന അത്രയും ആളുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സബ് കോൺട്രാക്റ്റുകളാണ്. ഈ സബ് കോൺട്രാക്റ്റുകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് സുനിൽ കനകലു ഓരോ റിപ്പോർട്ടുകളും ഈ KPCCക്ക് നൽകിക്കൊണ്ടിരുന്നത്. ഏറ്റവും ഒടുവിലാണ് ഒരു ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട്, അതായത് ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുണ്ട്, അതിനുശേഷം കനകുലുവിനെ സംബന്ധിച്ചിട്ട് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ അദ്ദേഹത്തിന് കിട്ടുന്നു. അദ്ദേഹം പറയുന്നു, കേരളത്തിൽ UDF അധികാരത്തിൽ വരാനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതുകൂടാതെ തന്നെ കേരളത്തിൽ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനങ്ങൾ വളരെ ദുർബലമാണ്. ഈ രണ്ട് കാര്യങ്ങൾ കനകുലു ലക്ഷ്യയിൽ വെച്ചിട്ട് തന്നെ അവതരിപ്പിച്ച സമയത്താണ് അവിടെയുള്ള KPCC നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ കനകലുവിന് എതിരായിട്ട് തിരിയുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതല്ല എന്നും കേരളത്തിൽ ഇപ്രാവശ്യം 100 സീറ്റുകളെങ്കിലും നേടാനായിട്ട് UDFന് സാധ്യതകളുണ്ട് എന്നൊക്കെയുള്ള രീതിയിലേക്ക് ഒരു വലിയ തർക്കത്തിലേക്ക് തന്നെ ഈ വിഷയങ്ങൾ പോയിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഈ സുനിൽ കനകലുവിന് ചില ഇൻഡയറക്റ്റ് ഡീലുകൾ, അതായത് നമ്മളൊന്നും ഇന്നു വരെ കേൾക്കാത്ത ചില പേരുകൾ ചില മണ്ഡലങ്ങളിലേക്ക് പ്ലേസ് ചെയ്ത് അത് വാർത്താ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാനായിട്ടും ഈ സുനിൽ കനകലു ശ്രമിച്ചിരുന്നു എന്ന് വേണം നമ്മൾ ശ്രദ്ധിക്കാനായിട്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ചില ഫിനാൻഷ്യൽ ഡീലിങ്ങുകളും സുനിൽ കനകലു നടത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് സുനിൽ കനകലുവിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി കേരളത്തിൽ തകർന്നു വീഴുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സുനിൽ കനകലു ഇപ്പോൾ ഈ ഒരു ഇന്ദിരാ ഗ്യാരണ്ടിയാണ് അവസാനമായിട്ട് പ്രഖ്യാപിച്ച ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു തന്ത്രം അത് തന്നെ പൊളിഞ്ഞു പോകുന്ന ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നീട് സുനിൽ കനകലു ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു മോഡിൽ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, പക്ഷേ സൈലൻ്റ് മോഡിൽ നിൽക്കുമ്പോഴും നമ്മൾ കാണേണ്ടത് KPCC പോലും വിശ്വസിക്കാതെ AICC നേതൃത്വം കനകോലുവും അതുപോലെ തന്നെ ഈ KC വേണുഗോപാലും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന ചില ധാരണകളുണ്ട്. ഈ ധാരണ പ്രകാരമാണ് കേരളത്തിലെ കോൺഗ്രസിനെ മൊത്തം ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് കൊണ്ടുവന്ന് നമ്മളിൽ കാണേണ്ടതുണ്ട്. അപ്പം KPCC നേതൃത്വം ദുർബലമാണ് എന്നത് KPCC നേതൃത്വത്തെ തന്നെ ദുർബലമാക്കിയത് ആരാണ്? KC വേണുഗോപാലും ഈ പറയുന്ന കനകോലും ചേർന്നാണ്. അപ്പം കനകോലിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ 10 ജില്ലാ കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കണം എന്നായിരുന്നു കനകോലുവിന്റെ ഏറ്റവും അവസാനത്തെ നിർദ്ദേശം. ഒറ്റ ഇതുപോലും പുനഃസംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? ഈ ഇവിടെ ഉള്ള ഓരോ ഗ്രൂപ്പ് നേതാക്കന്മാരും അവരുടെ ആളുകളെ ഒന്നുകിൽ KPCC ഭാരവാഹിയാക്കണം, അല്ലെങ്കിൽ നിലവിലുള്ള DCC അധ്യക്ഷന്മാരെ മാറ്റാൻ പറ്റില്ല എന്ന് ശഠിച്ചത് കൊണ്ട് മാത്രമാണ്. ഇപ്പം നമുക്ക് ഓർമ്മയുണ്ടല്ലോ, VD സതീശൻ ഇവർ കുറേ ദിവസങ്ങളോളം ഡൽഹിയിൽ പോയി ഇന്ന് ചർച്ച നടത്തി. VD സതീശൻ മുഹമ്മദ് ഷിയാസിനെ മാറ്റാൻ സമ്മതിക്കുമോ? ഇല്ല. അങ്ങനെ കൊല്ലം ജില്ലാ അധ്യക്ഷനെ മാറ്റാൻ വേണ്ടി കൊടുക്കുന്ന സുരേഷ് അനുവദിക്കുമോ? അനുവദിക്കില്ല. അങ്ങനെ കേരളത്തിൽ അങ്ങോട്ട് ഇപ്പം കോഴിക്കോട്ട് പ്രവീണിനെ മാറ്റാൻ വേണ്ടി MK രാഘവൻ അനുവദിക്കുമോ? അനുവദിക്കില്ല. ഇങ്ങനെ അവർക്ക് താല്പര്യമുള്ള എല്ലാ പ്രസിഡന്റുമാരെയും അവിടെ നിലനിർത്തിക്കൊണ്ട് ഈ പുനഃസംഘടന നടത്താൻ പറ്റാതെ വലിയ കിറമുട്ടിയായ സമയത്ത് അതിന് പുനഃസംഘടന ഇപ്പം നടത്തുന്നില്ല തീരുമാനിച്ചത്. അപ്പം കേരളത്തിലെ കോൺഗ്രസിനെ പൂർണ്ണമായും KC വേണുഗോപാലിന്റെ കൈകളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശമായിരുന്നു കനകോലിൻ്റെത്. ഈ കനകോലുവിന്റെ ഈ നീക്കം കൃത്യമായി മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇവരൊക്കെ അതിന് ചെക്ക് പറഞ്ഞത്. അപ്പം കനകോലുവിന് മനസ്സിലായി ഇപ്പം തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കർണാടകയിലോ തെലങ്കാനയിലോ ഒന്നും പോയി കളിച്ചതുപോലുള്ള കളിയൊന്നും കേരളത്തിൽ നടക്കില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് കനകോലുവിന്റെ നിർദ്ദേശപ്രകാരമുള്ള പലരും ഔട്ടായി പോയത്.
പല ആളുകളെയും പ്ലേസ് ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തിയെങ്കിൽ പോലും പല ആളുകൾക്കും പിന്നീട് അവസാന ഘട്ടത്തിലേക്ക് സീറ്റ് ഇല്ലാതായി പോയതൊക്കെ അതുകൊണ്ടാണ്. ഇത് KC വേണുഗോപാലിന് ഇത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് കനകോലുവിന് ഇപ്പൊ അധികം ഇങ്ങോട്ടേക്ക് അടുപ്പിക്കാത്തതും അല്ലെങ്കിൽ കനകോലുവിന്റെ നിർദ്ദേശങ്ങൾ വലിയ രീതിയിൽ സ്വീകരിക്കാത്തതും. ഇത് സ്വീകരിച്ച് പിന്നെയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 100 ചിലപ്പോൾ പിന്നെ 10 സീറ്റ് പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക്. അല്ല, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ സുനിൽ കനകോലു മുമ്പോട്ട് വെച്ചിരിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് KC വേണുഗോപാലിനെ മുൻപിൽ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ മാത്രമേ കേരളത്തിൽ UDF അധികാരത്തിൽ വരികയുള്ളൂ എന്ന രീതിയിലുള്ളൊരു റിപ്പോർട്ട് ACCക്ക് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതാണ്, ഈ KC വേണുഗോപാലിന് കൃത്യമായ അധികാരത്തിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള നേരത്തെ തന്നെ 6 മാസം മുന്നേ തന്നെ കൃത്യമായ റിപ്പോർട്ടുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന പണിയാണ് ശരിക്കും കനകോലു ചെയ്തുകൊണ്ടിരുന്നത്. ഈ നീക്കത്തെയാണ് ഇവർ എല്ലാവരും തകർത്തത്. കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും തകർത്തത്. അവസാന ഘട്ടത്തിൽ KC വേണുഗോപാൽ മത്സരിച്ചേക്കും എന്നുള്ള, KC വേണുഗോപാൽ മത്സരിക്കുന്നത് നല്ലതാണ് എന്നും അത് കൂടുതൽ സാധ്യത വർദ്ധിപ്പിക്കുമെന്നായിരുന്നു റിപ്പോർട്ട്. ഇപ്പൊ KC വേണുഗോപാലിനെ ഇവിടെ മത്സരിപ്പിച്ചാൽ ഞാൻ മത്സരരംഗത്ത് പോലും ഉണ്ടാവില്ല എന്ന് VD സതീശൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എന്തിന് സുധാകരൻ എന്തിനാണ് രംഗത്തിറക്കിയത്? സുധാകരനെ രംഗത്തിറക്കിയത് ഒരു MPക്ക് അങ്ങനെ ഇളവ് കൊടുത്താൽ ഞാനും ഇവിടെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് വലിയ കളിയായിരുന്നു. ഇത് സുധാകരന്റെ മാത്രം ഒറ്റക്കുള്ള കളിയായിരുന്നില്ല. സുധാകരൻ കൃത്യമായിട്ട് ദേശീയ നേതൃത്വത്തിന് എന്താണ് കൊടുത്തിരിക്കുന്ന ഒരു കൃത്യമായ ഒരു സന്ദേശമുണ്ട്. KC വേണുഗോപാലിനെ ഇത്തവണ മത്സരിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നാൽ ഞാനും മത്സരിക്കും. അങ്ങനെ മത്സരിക്കാൻ വന്നാൽ ഇവിടെ എല്ലാ MPമാരും ഇറങ്ങും. അപ്പൊ കനകോലു സിദ്ധാന്തം തകർന്നു. അല്ല, ഇതിനകത്ത് വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സുധാകരൻ ഇപ്പൊ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ഉറപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UDF മന്ത്രിസഭ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ മന്ത്രിയാക്കുന്ന ഒരു ഉറപ്പുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഒതുങ്ങി പതുങ്ങിയിരിക്കുന്നത്. അല്ല, ഈ സുധാകരനെ സംബന്ധിച്ച സുധാകരന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? കേരളത്തിൽ മുഖ്യമന്ത്രി ആവാൻ തന്നെ. വെറും മന്ത്രിയൊന്നല്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഇദ്ദേഹം ഇത്തവണ മത്സരിക്കാൻ വേണ്ടി തയ്യാറായത് തന്നെ അതിനു വേണ്ടിയിട്ടാണ്. KC വേണുഗോപാലിന് മുഖ്യമന്ത്രി ആവാൻ വേണ്ടി ശ്രമങ്ങൾ നടത്താമെങ്കിൽ എന്തുകൊണ്ട് സുധാകരൻ നടത്തിക്കൂടാന്നുള്ള ചോദ്യം. KC വേണുഗോപാൽ അങ്ങനെ വൻ നേതാവൊന്നും ആയിരുന്നില്ലല്ലോ കേരളത്തിൽ. പക്ഷെ സുധാകരൻ വൻ നേതാവായിരുന്നു, ഇപ്പോഴാണ്. സുധാകരൻ വലിയ നേതാവാണ് എന്നുള്ള ലക്ഷണമാണ്. സുധാകരൻ പാർട്ടി വിടുക എന്ന് പറഞ്ഞപ്പോൾ പല സ്ഥലങ്ങളിലും ഉണ്ടായ വലിയ പ്രതിഷേധമുണ്ട്. പാർട്ടി വിടും എന്ന് പ്രഖ്യാപിച്ചപ്പോൾ, അങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ദേശീയ നേതൃത്വം ഇടപെടുകയും പിന്നീട് ഒത്തുതീർപ്പിനായിട്ട് AK ആന്റണിയെ നിയോഗിക്കുകയാണ്. മറ്റൊരു നേതാവില്ല. കാരണം സുധാകരൻ മറ്റാര് പറഞ്ഞാലും കേൾക്കില്ല. ഒടുവിൽ AK ആന്റണിയെ നിർത്തിക്കൊണ്ടാണ് ഈ പ്രശ്നം പരിഹരിച്ചത്. അപ്പോൾ ഈ എങ്ങനെയാണ് കേരളത്തിൽ ഇത്രയും വലിയ വിഷയങ്ങൾ വന്നതെന്ന് ചോദിച്ചാൽ 100 സീറ്റ് നേടി അധികാരത്തിൽ വരും, കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന ഒറ്റ റിപ്പോർട്ടാണ്. ആ ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് കേരളത്തിലെ കോൺഗ്രസ് ഇത്രയേറെ വിഷയങ്ങൾ ഉണ്ടായത്. എല്ലാവർക്കും മത്സരിക്കണം. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരുപക്ഷെ UDF കേരളത്തിൽ അധികാരത്തിൽ വരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണവും ഇത് തന്നെയായിരിക്കും. തീർച്ചയായും. കാരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ ഇപ്പം സീറ്റ് കിട്ടാത്തവരും സീറ്റ് കിട്ടിയവരും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത്. കേരളത്തിലെ മത്സരം എന്ന് പറഞ്ഞാൽ സീറ്റ് കിട്ടിയവർ കിട്ടാത്തവർ തമ്മിലുള്ള മത്സരം. അല്ലെങ്കിൽ നമ്മുടെ നേതാവിന് കിട്ടിയില്ല, അതുകൊണ്ട് നമുക്ക് മറ്റവന് പണി കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള വലിയ തരത്തിലുള്ള ചർച്ചകൾ പല സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാവും. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള സമയവും ഇനിയില്ല. അവിടെ ഏറ്റവും വലിയ വിഷയം. 17 ദിവസമേ ഉള്ളൂ അല്ലേ ഇലക്ഷനിലേക്ക്. ഈ ഇലക്ഷനിൽ ഓടി തീർക്കാൻ പോലും സമയമില്ലാത്തൊരവസ്ഥയിലാണ്. പല സ്ഥലങ്ങളിലും പുതിയ സ്ഥാനാർത്ഥികളാണ്. ഇപ്പം നമ്മൾ നോക്കൂ, സന്ദീപ് വാര്യർ തൃക്കരിപ്പൂർ കൊണ്ടിട്ടേക്കും. സന്ദീപ് വാര്യർ തൃക്കരിപ്പൂർ എന്ന് പറഞ്ഞ വലിയ മണ്ഡലമാണ്. ഓടി എത്തണം, മലയോര മേഖല അടക്കമുള്ള മണ്ഡലമാണ്. ഓടി എത്താനുള്ള സമയമില്ല. അങ്ങനെ പല സ്ഥലങ്ങളിലും അപരിചിതരായ ആളുകളെ സ്ഥാനാർത്ഥിയാക്കി. അപ്പോൾ ഓടിയെത്താൻ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി സ്ഥാനാർത്ഥിയാക്കി. ഇപ്പൊ അത്തരത്തിൽ ഇപ്പം പാലക്കാടൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, വളരെ പെട്ടെന്ന് ഓടിയെത്താവുന്ന സ്ഥലങ്ങളൊക്കെയാണ്. പിന്നെ മാത്രമല്ല രമേശ് പിഷാരടിയുടെ നാട് കൂടിയാണ് എന്നുള്ളതുകൊണ്ട് അയാൾ അവിടെ ചിലപ്പോൾ ഓടിയെത്തുമായിരിക്കും. പക്ഷെ പല സ്ഥലങ്ങളിൽ ഓടിയെത്താൻ പറ്റാത്ത സാഹചര്യമുണ്ട്. പല സ്ഥലങ്ങളിലും സ്ഥലങ്ങളെ അറിയാത്ത ആളുകളുണ്ട്. അപ്പോൾ ഇത്തരം സ്ഥാനാർത്ഥികൾ എന്തിനാണ് ആക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുദ്ദേശിച്ച ആളുകളെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റില്ല. പക്ഷെ ചില ആളുകളോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്. സന്ദീപ് വാര്യരോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്. കാരണം സന്ദീപ് വാര്യർക്ക് വലിയ ഓഫറൊക്കെ കൊടുത്തിട്ടാണ് കോൺഗ്രസിലേക്ക് വന്നത്. പക്ഷെ കോൺഗ്രസിൽ ആ രീതിയിൽ ഒരു ജയസാധ്യതയുള്ള ഒരു സീറ്റിലേക്ക് സന്ദീപ് വാര്യർ പരിഗണിച്ചില്ല. ഇത് ആരുടെ സിദ്ധാന്തമാണ്? കനകോലിന്റെ സിദ്ധാന്തമാണോ അല്ലെങ്കിൽ മറ്റാരുടെ സിദ്ധാന്തമാണെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിനെ ശരിക്കും കുളത്തിലിറക്കിയത് കനകോലു ആണ് എന്നുള്ളത് തന്നെയാണ് നമ്മളിൽ പറയേണ്ടത്.